പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളർത്തുപിതാവിൻ്റെ പിന്നാലെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ട് നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് വചനത്തെ ധ്യാനിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവിനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവ് എന്ന ഒരു തലക്കെട്ടിലാണ്. സുവിശേഷം ഒരാളെ ഭാഗ്യപ്പെട്ടവനായി കരുതുന്നത്. അടുത്ത വചനം പറയുന്നു, 8-ാമത്തെ വചനം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്കറിയാം എന്താണ് ഹൃദയശുദ്ധി. ഹൃദയശുദ്ധി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് ദൈവത്തെ നിർത്തുക. ബൈബിളിൽ ഈശോ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തിന്മയാണെന്ന് ചോദിച്ചാൽ, ഈശോ ശാപമെന്ന് പറയുന്നൊരു തിന്മയാണെന്ന് ചോദിച്ചാൽ അത് കപടതയാണ്. കപടതയാണ് യേശു ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. കപടത എന്ന് വെച്ചാൽ ഉള്ളിൽ ഒന്ന് നിരൂപിക്കുകയും പുറമെ മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നു, അല്ലേ? ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് കൊടുക്കുന്നു, നേർച്ച കൊടുക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയം അകന്നു നിൽക്കുന്നു. അതുകൊണ്ടാണ് വചനം കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവമുണ്ട്, എൻ്റെ വാക്കിൽ ദൈവമുണ്ട്, എൻ്റെ എല്ലാ ആചാരങ്ങളിലും ദൈവമുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിനിടമില്ല. ഇതാണ് കപടത. ജോസഫ് എന്തുകൊണ്ടാണ് ഭാഗ്യപ്പെട്ടതായത്? ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു. ഒട്ടും കപടതയില്ലാത്ത ഒരു വ്യക്തി. എന്തുള്ളിൽ വന്നുവോ അത് തന്നെ പുറത്തും വന്നൊരു വ്യക്തി. ഉള്ളും പുറവും ഒരുപോലെ നിർത്തിയ ഒരു ജീവിതം നമ്മൾ ചിന്തിക്കണം. ഹൃദയശുദ്ധി. ഇവിടെ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം, യൂദാ നിവാസികളെ, ജെറുസലേം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ, ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും, അത് ശമിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. പരിച്ഛേദനത്തെക്കുറിച്ചാണ് പറയുന്നത് പരിശുദ്ധാത്മാവ്. പരിച്ഛേദനം അത് വളരെ ക്ലിയറാണ് യഹൂദർക്ക്, ജെറുസലേം നിവാസികൾക്ക്. പരിച്ഛേദനം തങ്ങളെ ദൈവത്തിൻ്റേതാക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു ജനതയോട്, പരിച്ഛേദനം തങ്ങളെ ദൈവത്തിൻ്റെ മക്കളാക്കും എന്ന് പറഞ്ഞിരുന്ന വിശ്വസിച്ചിരുന്ന ഒരു ജനതയോട് പരിശുദ്ധാത്മാവ് ജെറമ്യായിലൂടെ പറയുകയാണ്. ശ്രദ്ധിക്കുക, ആ പറയുന്ന കാര്യം, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ അവർക്ക് ആശ്വാസമായി, ഞങ്ങൾ പരിച്ഛേദനം ചെയ്യുന്നുണ്ടല്ലോ. അടുത്ത വചനം, ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ. എന്നിട്ട് അവിടുത്തെ വചനത്തിൽ പറയാണ് ഹൃദയം പരിച്ഛേദനം, ഹൃദയത്തിൽ പരിച്ഛേദനം, ഹൃദയത്തെ കീറുക. കർത്താവിനായി ഹൃദയത്തെ കീറുക, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ വചനത്തിൽ ധ്യാനിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 23-ാമത്തെ വചനം, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. സുഭാഷിതം 4:4, പ്രോവർബ്സ് 4:4 പറയുന്നു, നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കണം, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ഹൃദയത്തെ സൂക്ഷിക്കുക,
ഹൃദയം വിശുദ്ധമാണോ? ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടോ? ഹൃദയത്തിൽ പരിശുദ്ധിയുണ്ടോ? ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമുണ്ടോ? അതിൽ നിന്നാണ് ജീവൻ്റെ അരുവികൾ ഒഴുകുന്നത് എന്ന് വ്യക്തമായി സുഭാഷിതം 4:22 പറഞ്ഞു വയ്ക്കുന്നു പരിശുദ്ധാത്മാവ്. അപ്പോൾ എന്താണ് ഹൃദയവിശുദ്ധി എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഒന്ന്, ഹൃദയവിശുദ്ധി നമ്മൾ കാണുന്നത് ഒരാൾ അയാളുടെ ഹൃദയത്തെ പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അയാളുടെ ഹൃദയത്തെ ദിവസവും ദൈവത്തിനു വേണ്ടി പരിച്ഛേദനം ചെയ്യുന്നു. അദ്ദേഹം ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഹി ഒബൈസ് ദ ട്രൂത്ത് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹൃദയത്തിൽ പരിശുദ്ധി ഉള്ളവർക്ക് സംഭവിക്കുന്നൊരു കാര്യം, അവർക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും അതനുസരിക്കാനും സാധിക്കും. വിശുദ്ധ ജോസഫിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു, അതനുസരിക്കുന്നു. കാരണം ഹൃദയത്തിൽ ശുദ്ധിയുണ്ടായിരുന്നു, ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്നു. ഞാൻ ഹൃദയവിശുദ്ധിയുള്ളൊരു ഭർത്താവാണോ, ഹൃദയവിശുദ്ധിയുള്ളൊരു ഭാര്യയാണോ എന്ന് തിരിച്ചറിയുക. ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക. അറിഞ്ഞ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക. ഇതാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം ഇതാണ്, അടുത്ത കാര്യം ഇതാണ്. അദ്ദേഹം, ഹൃദയത്തിൽ വിശുദ്ധിയുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കും. എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ എപ്പോഴും ക്ലിയറായിട്ട് സൂക്ഷിക്കും. നമുക്കറിയാം എന്തുകൊണ്ടാണ് മറ്റ് പാപങ്ങൾ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതറിയണമെങ്കിൽ ഒരു വചനം വായിച്ചാൽ മതി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21 മുതൽ ഉള്ള വചനങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക. അവിടെ ഇങ്ങനെയാണ്: അവർ ദൈവത്തെ അറിഞ്ഞുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. അവരുടെ ഹൃദയത്തിൽ പ്രകാശമില്ല, അവരുടെ ഹൃദയം അന്ധകാരത്തിലാകുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൊടുത്തു. ഇനി ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളുടെ കൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ. അടുത്ത വചനം: അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായിട്ടുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷ്ണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തൻ്റെ തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവൻ്റെ മരണാർഹമാണ് എന്ന കൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുവാൻ എന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, എല്ലാ പാപവും അവിടെ വന്നു. ഒരു കാര്യമുള്ളൂ: ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമില്ല, ഹൃദയത്തിൽ വിശുദ്ധിയില്ല എങ്കിൽ എല്ലാ ഇടങ്ങളിലും നമ്മൾ തെറ്റും. ഹൃദയത്തിൽ നന്മയില്ലെങ്കിൽ, അതുകൊണ്ട് ഈശോ പറയും നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്. അപ്പോൾ ഹൃദയത്തിൽ വിശുദ്ധി വരുമ്പോൾ
എന്ത് സംഭവിക്കും? അവർക്ക് കിട്ടുന്ന കാര്യം എന്താ? ഹൃദയവിശുദ്ധിയുള്ളവർ, ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇനി എന്താണ് അവർക്ക് പ്രതിഫലം? അവർ ദൈവത്തെ കാണും. അർത്ഥം എന്താണ്? അർത്ഥം നമുക്കറിയാം. ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു. മേരി അലക്കോക്ക്, യേശുവിൻ്റെ ഹൃദയം കാണപ്പെട്ടു. ഫൗസ്റ്റീന ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു. കരുണയുടെ യേശുവിനെ കണ്ടു. ഇത് മാത്രമല്ല, ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ജീസസ്, ഗോഡ് ഈസ് ഹൈഡിങ് ഇൻ എവറി പേഴ്സൺ. ദൈവം എല്ലാവരിലും ദൈവത്തെ കാണാൻ പറ്റും. ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ ഭാര്യയിൽ ദൈവത്തെ കാണാൻ പറ്റും, മക്കളിൽ ദൈവത്തെ കാണാൻ പറ്റും, എൻ്റെ അടുത്ത് നിൽക്കുന്നവരിൽ ദൈവത്തെ കാണാൻ പറ്റും. അതാണ് വചനം പറയുന്നത്, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എൻ്റെ വീട്ടിലൊരു വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിൽ ഞാൻ ദൈവത്തെ കാണും. എൻ്റെ വിവാഹ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടാകുന്നു. ആ വിവാഹ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൽ ദൈവം വരും. എടുത്തോ ഏറ്റവും നല്ല ഉദാഹരണം, ജോസഫിൻ്റെ ജീവിതത്തിൽ തീ പോലെ പൊള്ളുന്ന പ്രശ്നങ്ങൾ. ഓരോ പ്രശ്നത്തിലും ജോസഫ് ദൈവത്തെ കണ്ടു. കാലിത്തൊഴുത്തിൽ കിടക്കുന്ന കുട്ടി, കയ്യിൽ കിടക്കുന്ന കുഞ്ഞ്, ദൈവത്തെ കാണാൻ പറ്റി. മറിയത്തിൽ ജോസഫ് ദൈവത്തെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഹൃദയവിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ ഒരാൾക്ക് കാണാൻ പറ്റും. ആ വ്യക്തി ഹൃദയവിശുദ്ധിയുണ്ട് എങ്കിൽ. അതാണ് വചനം പറയുന്നത്, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഇത് അനുദിന ജീവിതത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു വചനം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ നമുക്കെല്ലാവരിലും, എൻ്റെ അയൽവകക്കാരിൽ എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനമുണ്ട്. എന്താ വചനം? ഈശോ പറഞ്ഞു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഞാൻ പറയുകയാണ്, ഐ ബിലീവ് ഇൻ ഗാഡ്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എൻ്റെ അയൽവക്കക്കാരനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഏതാ എളുപ്പം? യുക്തി കൊണ്ട് ചിന്തിച്ചേ. ഈ ബൈബിൾ ഇവിടെ ഇരിപ്പുണ്ട്, ഈ ഔസപിതാവിൻ്റെ രൂപം ഇവിടെ ഉണ്ട്, എനിക്ക് കണ്ണുകൊണ്ട് കാണാം. ഐ ക്യാൻ എക്സ്പീരിയൻസ്. എനിക്ക് തൊടാം, ഈ ബൈബിൾ തൊടാം. ഈ തൊടുന്നതിനെ, ഈ കാണുന്നതിനെ വിശ്വസിക്കാനാണ് എളുപ്പം, കാണാത്തൊന്നിനെ വിശ്വസിക്കാനാണ് എളുപ്പം. ക്ലിയറാണ്. ഈ കാണുന്നതിനെ വിശ്വസിക്കാനാണ് എളുപ്പം. ഈശോ പറഞ്ഞു, കാണുന്ന ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ കാണുന്ന ഇതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കാണാത്ത എങ്ങനെ വിശ്വസിക്കും? കാരണം ലോജിക്കലായൊരു ക്വസ്റ്റ്യനാണ് ഈശോ ചോദിക്കുന്നത്. കാണപ്പെടുന്ന സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മൾ ഓർക്കണം, എനിക്ക് എൻ്റെ സഹോദരങ്ങളിൽ ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ? അല്ലേ? ഈ നമ്മൾ ടി വിയിലൊക്കെ ഈ കാണും, നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ശബരിമലയ്ക്ക് കെട്ടൊക്കെ മുറുക്കി മല ചവിട്ടി. ഒരുപാട് പ്രതിസന്ധിയായിരുന്നു ഈ വർഷമൊക്കെ. അവർ മല കയറി സന്നിധാനത്തൊക്കെ എത്തുമ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്, തത്വമസി, ദാറ്റ് യു ആർ, അത് നീയാണ്. ഈശോ പറഞ്ഞില്ലേ, നിങ്ങളെ ഞാൻ ദൈവങ്ങളെന്ന് വിളിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എന്നെ ശുദ്ധിയാക്കുമ്പോൾ ഞാൻ എന്താ ഓർക്കേണ്ടത്? നമുക്കറിയാം, വ്രതശുദ്ധിയുടെ കാലഘട്ടം എന്നൊക്കെയാണ് ഈ ഹൈന്ദവർ ഈ മാസത്തെ വിളിക്കുന്നത്. നമ്മളും ഒരു ശുദ്ധിയുടെ കാലഘട്ടത്തിലാണ്. ഈ ശുദ്ധിയുടെ കാലഘട്ടത്തിൽ നമ്മളോട് എന്താണ് പറയുന്നത്? ഈ 50 ദിവസം നോയമ്പെടുത്ത് യേശുവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചു കഴിയുമ്പോൾ
ഉദ്ധാനം ചെയ്ത യേശു പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്നെ ജീവിക്കുന്നവരുടെ ഇടയിൽ അന്വേഷിക്കുക. കണ്ടോ, 50 ദിവസം വ്രതമെടുത്ത് കുരിശിൻ്റെ പിന്നാലെ നടന്ന് യേശുവിൻ്റെ ഉദ്ധാനത്തിന് സാക്ഷികളായി യേശുവിൻ്റെ ഉദ്ധാനത്തെ സ്വീകരിക്കുന്ന നമ്മളോട് പറയുകയാണ്, ഇനി ഞാൻ നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് മനുഷ്യരുടെ ഇടയിലാണ്. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായിട്ടാണ് ഓരോ വിശുദ്ധ ഗ്രന്ഥവും നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇനി മറ്റൊരാളിൽ ദൈവത്തെ കാണാൻ പറ്റുക. ഇന്ന് നമ്മൾ ഓർക്കുക, ഇന്ന് ദൈവങ്ങളുടെ പേരിൽ, മതങ്ങളുടെ പേരിലൊക്കെ ഭിന്നതയും മറ്റൊരാളെ അതറായിട്ട് കാണുകയാണ്, മറ്റൊരാളായിട്ട് കാണുകയാണ്. എനിക്ക് അത് എൻ്റെ സഹോദരനായിട്ട്, എൻ്റെ കൂടപ്പിറപ്പായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെയാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി. മറ്റുള്ളവരിൽ ദൈവത്തെ കാണുക. കുഷ്ഠരോഗിയിൽ യേശു മറിഞ്ഞിരിപ്പുണ്ട്, ക്യാൻസർ രോഗിയിൽ യേശു മറിഞ്ഞിരിപ്പുണ്ട്, എയ്ഡ്സ് രോഗിയിൽ യേശു മറിഞ്ഞിരിപ്പുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുക. എൻ്റെ യേശുവിനെ എൻ്റെ അടുത്ത് നിൽക്കുന്നവരിൽ കാണാൻ പറ്റുക. കണ്ണുപൂട്ടി അത് ധ്യാനിക്കുക. എൻ്റെ അടുത്ത് നിൽക്കുന്നവരിൽ യേശുവുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവത്തെ കാണാൻ പറ്റും. എൻ്റെ ജീവിത പങ്കാളിയിൽ യേശുവിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റുന്നില്ലെങ്കിൽ, എൻ്റെ മക്കളിൽ യേശുവിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റുന്നില്ലെങ്കിൽ, എൻ്റെ അടുത്ത് വരുന്നൊരു വ്യക്തിയിൽ യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, അർത്ഥം ഇത്രയേ ഉള്ളൂ: എൻ്റെ ഉള്ളിൽ ഒന്നാം സ്ഥാനത്ത് യേശുവല്ല. മദർ തെരേസയ്ക്ക് കുഷ്ഠരോഗികളിൽ കൽക്കട്ട തെരുവുകൾ കിടക്കുന്നവരിൽ യേശുവിൻ്റെ മുഖം കാണാൻ പറ്റിയെങ്കിൽ അതിനൊരൊറ്റക്കാരനേ ഉള്ളൂ. മദറിൻ്റെ ചങ്കിൻ്റെ അകത്ത് ചങ്ക് തുറന്നു നോക്കുമ്പോൾ ഒറ്റക്കാര്യമേ ഉള്ളൂ, അവിടെ യേശു എന്നൊരാൾ മാത്രം. അതുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞത്, ഞാൻ ജന്മം കൊണ്ട് ഒരു അർമേനിയക്കാരുത്തി, ഞാൻ സമർപ്പണം കൊണ്ട് ലോകം മുഴുവൻ്റേതും, ഞാൻ പൗരത്വം കൊണ്ട് ഇന്ത്യയുടേത്, ഞാൻ ജീവിതം കൊണ്ട് ഹൃദയം കൊണ്ട് എൻ്റെ യേശുവിൻ്റേത് മാത്രം. കണ്ടോ, ഉള്ളിൽ യേശുവിന് മാത്രം ഇടം കൊടുത്തപ്പോൾ തെരുവിൽ കുഷ്ഠരോഗികളായി കിടക്കുന്ന ആരും അടുക്കാൻ അറയ്ക്കുന്ന, പുഴുവരിച്ച, ദുർഗന്ധം വമിക്കുന്ന പച്ച മാംസം ചീഞ്ഞതിൻ്റെ ഗന്ധമുള്ള ആ കൈയും ആ കാലും എടുത്ത് തൻ്റെ തൂവെള്ള വസ്ത്രത്തിൽ വെച്ച്, ആ ഗ്ലൗസ് പോലും ഇടാത്ത കൈ കൊണ്ട് അത് തുടയ്ക്കാനും അവിടെ മരുന്ന് പുരട്ടാനും അതിനെ ചുംബിക്കാനും ഒരു സ്ത്രീക്ക് സാധിച്ചുവെങ്കിൽ അവൾ അതിൽ യേശുവിനെ കണ്ടിട്ടുണ്ട്. മറിയത്തോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. മദർ തെരേസ പറഞ്ഞു, 10,00,000 രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാനിത് ചെയ്യില്ല. ഞാനിത് ചെയ്യുന്നത് യേശുവിനെ കണ്ടിട്ടാണ്. കണ്ടോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആ സമൂഹം മുഴുവനും, പ്രിയപ്പെട്ടവരെ, മറിയത്തെ കണ്ടത് എങ്ങനെയായിരിക്കാം? എന്നാൽ ജോസഫ് മറിയത്തെ കണ്ടത് ദൈവം ഉള്ളിൽ വസിക്കുന്നൊരു ഭാര്യയായിട്ടാണ്. ആർക്കും മനസ്സിലായില്ല കാലിത്തൊഴുത്തിൽ കാൽട്ടടിക്കുന്നവൻ ദൈവമാണെന്ന് ജോസഫിനറിയാം. ഇറ്റ് ഈസ് നോട്ട് മൈ സൺ, ഹീ ഈസ് നോട്ട് മൈ സൺ, ഹീ ഈസ് സൺ ഓഫ് ഗാഡ്. കാരണം ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവൻ, ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും. ഇതാണ് നമ്മളോട് സുവിശേഷ ഭാഗ്യം പറയുന്നത്. അങ്ങനെയാണ് ഞാനെന്ന ഭർത്താവ് ഭാഗ്യപ്പെട്ടൊരു ഭർത്താവാകേണ്ടത്, ഞാനെന്ന ഭാര്യ ഭാഗ്യപ്പെട്ടൊരു ഭാര്യയാകേണ്ടത്, ഞാനെന്ന ഒരു ക്രിസ്ത്യാനി ഭാഗ്യപ്പെട്ടൊരു ക്രിസ്ത്യാനി ആകേണ്ടത്, ഞാനെന്ന വൈദികൻ ഒരു ഭാഗ്യപ്പെട്ട പുരോഹിതനാകേണ്ടത്, ഞാനെന്ന സമർപ്പിത ഒരു ഭാഗ്യം ചെന്ന പുരോഹിതനാകേണ്ടത്. അങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് ദൈവത്തെ നിർത്തുക. എങ്കിൽ എനിക്കെല്ലാവരിലും, എന്നെ വേദനിപ്പിക്കുന്നവരിൽ, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നവരിൽ, എന്നെ മുറിവേൽപ്പിക്കുന്നവരിൽ, എന്നെ മാറ്റി നിർത്തുന്നവരിൽ, എന്നെ സങ്കടപ്പെടുത്തുന്നവരിൽ, എന്നെ ഒറ്റപ്പെടുത്തുന്നവരിൽ, എന്നെ വേദനിപ്പിക്കുന്നവരിൽ എല്ലാം എനിക്ക് ദൈവത്തെ കാണാൻ പറ്റും. എൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ.
എൻ്റെ ചിന്തകൾ, എൻ്റെ സംസാരം എല്ലാം ആ ദൈവത്തിൽ നിന്ന് വരുന്നതാകും. അപ്പോൾ ദൈവം എന്താണ്? ദൈവം സ്നേഹമാണ്. എൻ്റെ ഹൃദയം മുഴുവനും സ്നേഹത്താൽ നിറഞ്ഞതാകുന്നു, അല്ലേ? സ്നേഹം കലഹിക്കുന്നില്ല, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹം കുറ്റപ്പെടുത്തുന്നില്ല എന്നൊക്കെ വചനം പറയുന്നുണ്ട്. അപ്പോൾ ബൈബിൾ ദൈവത്തിന് നൽകുന്ന ഏറ്റവും നല്ല ഒരു ഡെഫിനിഷൻ എന്നത് ഗാഡ് ഈസ് ലവ് എന്നാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നാൽ ഞാൻ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാകുന്നു, ഞാൻ സ്നേഹത്താൽ നിറഞ്ഞൊരു വ്യക്തിയായിട്ട് മാറുന്നു, ഞാൻ സ്നേഹമുള്ളൊരു വ്യക്തിയായിട്ട് മാറുന്നു. ഇതാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. എൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, സ്നേഹത്തിൻ്റെ ഫലങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇത് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? എൻ്റെ ബന്ധങ്ങളിലേക്ക് ഞാൻ നോക്കുക, എൻ്റെ ബന്ധങ്ങളിലേക്ക് ഞാൻ നോക്കുക. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ എനിക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, എൻ്റെ കൂടപ്പിറപ്പുകളിൽ ഞാനൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അവിടെ എല്ലാം എനിക്ക് ദൈവത്തെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ എനിക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർ കണ്ണീരായിട്ടും പ്രശ്നമായിട്ടും തകർച്ചയായിട്ടും എണ്ണുന്ന കാര്യങ്ങളിൽ എനിക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇഫ് ഐ ഗീവ് ഫസ്റ്റ് പ്രൈസ് ടു ഗാഡ് ഇൻ മൈ ഹാർട്ട്, ഇൻ മൈ ലൈഫ്, then I will definitely experience God's presence in everywhere. എല്ലാ ഇടങ്ങളിലും എനിക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ ഇത് വേണം, നമ്മുടെ കുടുംബത്തിൽ ഇത് വേണം. ഹൃദയവിശുദ്ധി നമ്മുടെ കുടുംബത്തിൽ ഓരോ വ്യക്തിയിലും വേണം. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഏത് പ്രശ്നത്തിലും ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഏത് സാഹചര്യത്തിലും ദൈവത്തെ നമുക്ക് അടുത്തനുഭവിക്കാൻ പറ്റും. ഇതാണ് സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ കാര്യം. പഴയ നിയമത്തിലൊരു ജോസഫ് ഉണ്ട്, അല്ലേ? ജോസഫും സ്വപ്നം കാണുന്നുണ്ട്. പുതിയ നിയമത്തിലെ ജോസഫിനെ പോലെ ജോസഫ് സ്വപ്നം കാണുന്നുണ്ട്. പഴയ നിയമത്തിലെ ജോസഫ് എന്താ പറഞ്ഞത്? സഹോദരങ്ങൾ വിറ്റു, കിട്ടിയ പൈസയ്ക്ക് വിറ്റു, കൊല്ലാൻ ശ്രമിച്ചു, അവസാനം വിറ്റു. എന്നാൽ ജോസഫ് ഈ സഹോദരങ്ങൾ മുമ്പിൽ വന്നപ്പോൾ എന്നാ പറഞ്ഞു? സഹോദരൻ മുമ്പിൽ വന്നപ്പോൾ തൻ്റെ വിറ്റ സഹോദരങ്ങൾ, തങ്ങൾ വിറ്റതാണ് ഈ ജോസഫിനെ. ഇവർ ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവസാനം നിവൃത്തിയില്ലാതെ ഗതികെട്ട് ഈ ജോസഫിൻ്റെ മുമ്പിൽ തന്നെ വരേണ്ടി വന്നു. അങ്ങനെ ജോസഫിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ജോസഫിന് മനസ്സിലായി, ഇത് വന്നിരിക്കുന്നത് എന്നെ വിറ്റ എൻ്റെ സഹോദരങ്ങളാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. അപ്പോൾ അവർ സങ്കടപ്പെടാൻ തുടങ്ങി. അവിടെ ജോസഫ് പറഞ്ഞു, എന്നെ വിറ്റതോർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത്. നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാ. കണ്ടോ ജോസഫ് എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായപ്പോൾ സഹോദരങ്ങൾ വിറ്റു. ആ പ്രശ്നത്തെ ജോസഫ് കാണുന്നത് നിങ്ങൾ വിറ്റതല്ല, ദൈവം അയച്ചതാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രശ്നത്തിൻ്റെയും പിറകിൽ ദൈവത്തെ കാണാൻ പറ്റുന്നു. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർക്ക്. ജോസഫിൻ്റെ ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് സുവിശേഷം പറഞ്ഞ് പഠിപ്പിക്കുന്നൊരു കാര്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്ക് ഈ നോയമ്പ് കാലഘട്ടത്തിൽ ഈ ഔസേപ്പിതാവിനോട് ചേർന്ന്, ഈ വളർത്തുപിതാവിനോട് ചേർന്ന് സുവിശേഷത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥനയുണ്ടാകണം. ദൈവമേ, ഒന്നാം സ്ഥാനം എൻ്റെ ഹൃദയത്തിൽ നിനക്ക് നൽകുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ, വിശുദ്ധ ഔസേപ്പിതാവ് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തതുപോലെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ആദിനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വചനം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയപ്പെട്ടവരെ, ആരാധന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് എക്സ്റ്റേണൽ. അത് ബാഹ്യമായ ഒന്നല്ല. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ആരാധനയുടെ പിന്നിൽ നാവും കൈയും ചിന്തയും മാത്രം പോരാ. ആരാധനയുടെ പിന്നിൽ പൂർണ്ണമായൊരു ഹൃദയം വേണം. ആരാധനയുടെ പിന്നിൽ പൂർണ്ണമായൊരു മനം വേണം. പ്രിയപ്പെട്ടവർ, ഇതാ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം. ഇതാ പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-26 വചനങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും അവിടുന്ന് ആസ്വദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. വന്ധ്യതയോ ക്ലേശമോ ഉണ്ടാവുകയില്ല. ഈ വാഗ്ദാനം നമ്മിൽ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. എൻ്റെ ആരാധന പൂർണ്ണ ഹൃദയത്തോടെയാണോ? എൻ്റെ സമർപ്പണം പൂർണ്ണ ഹൃദയത്തോടെയാണോ? ഞാൻ വിശുദ്ധ കുർബാനയിൽ പോകുന്നത് പൂർണ്ണ ഹൃദയത്തോടെയാണോ? യേശുവേ, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാൻ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കാൻ കൃപ നൽകണമേ. ഒരു നിമിഷം നമുക്ക് കാര്യങ്ങൾ ഉയർത്താം. കാര്യങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തോട് ചേർത്ത്, എനിക്ക് ഈ നിമിഷം നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളോടും ചേർന്ന്, എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയോട് ചേർന്ന്, എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ചേർന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചേർന്ന്, എൻ്റെ അയൽപക്കക്കാരോട് ചേർന്ന്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന്, ഞാനായിരിക്കുന്ന എൻ്റെ ഇടവകയോട് ചേർന്ന്, യേശുവേ, ഞാനായിരിക്കുന്ന എൻ്റെ സഭയോട് ചേർന്ന് ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ദാനിയേലെ പോൽ സഹനത്തെയും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാനിയേലെ പോൽ സഹനത്തെയും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ലോകത്തിൻ നടുവിലും ദേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ലോകത്തിൻ നോവിലും ദേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 27-ാമത്തെ വചനം നമ്മളെ
ഇപ്രകാരം പഠിപ്പിക്കുന്നു: പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. അടുത്ത വചനം: ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല ഭക്തി ഇതാണ്. ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ഒരാളെ കാത്തു സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ ഒന്ന്, അയാളുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത്, അയാളുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ഈശോ പഠിപ്പിച്ചു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയപ്പെട്ടവരെ, 2 വചനങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നു. ഒന്നാമത്തെ വചനം ഇതാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വചനം: യൂദാ നിവാസികളെ, ജെറുസലേം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ. അടുത്ത വചനം: ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും. അത് ശമിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. മറ്റൊരു വചനം, പ്രിയപ്പെട്ടവരെ, വചനമിതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വചനം: അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ, അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അടുത്ത വചനം: നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്ന വചനം: നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ഈശോ ഒരു വചനം പറഞ്ഞു, ഈ വചനത്തോട് ചേർത്ത് വെക്കേണ്ട വചനം: എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകും. സുഭാഷിതം 4:22 പറഞ്ഞു: നിങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കുക, അവിടെ നിന്നാണ് ജീവജലത്തിന്റെ അരുവി ഒഴുകുന്നത്. ഇനി ഈശോ പറഞ്ഞു, ഇതാ യോഹന്നാൻ 7:37: എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകും. ജെറുസലേം നിവാസികളോട്, ഇസ്രായേൽക്കാരോട് ജെറമ്യായിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് നമ്മൾ ധ്യാനിച്ചു. നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുക എന്ന് വെച്ചാൽ, പരിച്ഛേദനം അവരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെതാണ് എന്ന് ഉറപ്പിക്കുവാനുള്ള വഴിയായിരുന്നു. പക്ഷേ അവരോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഇൻ ബോഡി, ശരീരത്തിലല്ല നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കേണ്ടത്, നിങ്ങളുടെ ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുക. അവിടെയാണ് പ്രവാചകൻ മറ്റൊരു വചനം പറയുന്നത്: നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുക. ജെറമ്യ ജെറുസലേം നിവാസികളോട് പറയുക, ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുക. എന്താ പരിച്ഛേദനം? പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ ഒറ്റർത്ഥമേ ഉള്ളൂ: ആ വ്യക്തി ആ പ്രവൃത്തി വഴി ദൈവത്തിൻ്റെതാകുന്നു, ദൈവത്തിൻ്റെ ജനമായിട്ട് മാറുന്നു. ദൈവത്തിൻ്റെ ജനമാണ് എന്നുള്ളതിൻ്റെ സൈൻ, അടയാളമാണ് പരിച്ഛേദനം. അവൻ ലോകത്തിൻ്റെ ഒരു കാര്യത്തെ അവൻ ഛേദിച്ചു കളയുന്നു. എന്നാൽ ശരീരത്തിൽ പരിച്ഛേദനം സ്വീകരിച്ച ഒരു ജനതയോട് പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുക എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ ദൈവത്തിനിടം കൊടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല കീറേണ്ടത്. അവര് പാപത്തിൽ നിന്ന് അനുതാപത്തിനായിട്ട് അവരുടെ വസ്ത്രം കീറി ചാരം പൂശി, അതല്ല വേണ്ടത്. നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്. നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിനോടൊപ്പം ഈ നോയമ്പ് കാലത്തിൽ ധ്യാനിക്കുമ്പോൾ ഇതൊരു പരിച്ഛേദനത്തിൻ്റെ സമയമാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ ദൈവത്തെ
മാറ്റി നിർത്തുന്ന എന്തൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടോ, ദൈവത്തെ മാറ്റി നിർത്തുന്ന എന്തൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടോ, ദൈവത്തെ മാറ്റി നിർത്തുന്ന എന്തൊക്കെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടോ, ദൈവത്തെ മാറ്റി നിർത്തുന്ന എന്തൊക്കെ നമ്മുടെ സമർപ്പിത ജീവിതത്തിലുണ്ടോ, അതിനെയാണ് പരിച്ഛേദനം ചെയ്യേണ്ടത്, അതിനെയാണ് അർത്ഥമാറ്റേണ്ടത്. യേശു കുറച്ചുകൂടി കൃത്യമായിട്ട് പഠിപ്പിച്ചു. നിങ്ങളുടെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചുഴിഞ്ഞെടുത്ത് കളയുക, നിന്റെ കൈ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്നത് നിനക്ക് എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും അതിനെയാണ് നീ പരിച്ഛേദനം ചെയ്യേണ്ടത്, അതിനെയാണ് നീ അർത്ഥമാറ്റേണ്ടത് എന്ന് കൃത്യതയോടെ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ്. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് യേശുവാണോ? എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് യേശുവാണോ? യേശുവാണ് ഒന്നാം സ്ഥാനത്തെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഞാൻ യേശുവിൻ്റെ ഹിതം അന്വേഷിക്കും. യേശുവാണ് ഒന്നാം സ്ഥാനത്തെങ്കിൽ എൻ്റെ കുടുംബത്തിന് ബന്ധം കാണും കുടുംബ പ്രാർത്ഥനയോട്. യേശുവാണ് ഒന്നാം സ്ഥാനത്തെങ്കിൽ എല്ലാത്തിനും മുകളിൽ എനിക്ക് കുർബാനയോട് ബന്ധം കാണും. യേശുവാണ് ഒന്നാം സ്ഥാനത്തെങ്കിൽ എല്ലാ കാര്യത്തിലും ഞാൻ യേശുവിൻ്റെ അടുത്തിരിക്കും. ഓർക്കുക, ഒന്നാം സ്ഥാനത്ത് യേശുവാണോ? പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ യേശു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തിന്മ ഏതാണ്? യേശു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തിന്മ അത് കാപട്യമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം. എന്താണ് അവരുടെ പ്രശ്നം? അവര് അണുവിട തെറ്റാതെ കൽപ്പനകൾ അനുസരിക്കുന്നു. അണുവിട തെറ്റാതെ ഓരോ കൽപ്പനകളും അവരനുസരിക്കുന്നു. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിനിടമില്ല. അവരോട് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം. യേശു ദുരിതമെന്നും ശാപമെന്നും പറഞ്ഞത് അവരെയാണ്. എല്ലായിടങ്ങളിലും വസ്ത്രത്തിന്റെ വെളുമ്പിലും വസ്ത്രത്തിന്റെ തൊങ്ങലുകളിലും കൽപ്പനകൾ തുന്നിച്ചേർത്ത് നടക്കുകയും എന്നാൽ ഹൃദയത്തിൽ ദൈവമില്ലാതിരിക്കുകയും ചെയ്യുന്നതിനെ യേശു പറഞ്ഞു, നിങ്ങൾക്ക് ദുരിതം. നമ്മൾ ഓർക്കുക, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നിനക്ക് തരാൻ എൻ്റെ ജീവിതത്തെ നീ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിക്കണമേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഉള്ളൊരുകെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നെ അല്ലാതെ എന്തിനെയൊക്കെ ഞാൻ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നുവോ അതിനെയെല്ലാം പരിശോധന ചെയ്യുവാൻ, അതിനെയെല്ലാം മാറ്റുവാൻ നീ കൃപ നൽകണമേ. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് എൻ്റെ ജോലിയായിരിക്കാം, എൻ്റെ ബിസിനസ് ആയിരിക്കാം, ഒരുപക്ഷെ എൻ്റെ ചില ഇഷ്ടങ്ങളായിരിക്കാം, എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കാം. യേശുവേ, എന്തിനെയൊക്കെ ഞാൻ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നുവോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരു വിഗ്രഹമാണ്. യേശുവേ, അതെല്ലാം മാറ്റാൻ കൃപ നൽകണമേ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നെ പ്രതിഷ്ഠിക്കുവാൻ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടി. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ
കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ വാഗ്ദാനം എന്താണ്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മേരി അലക്കോക്ക് ഈശോയുടെ ഹൃദയം കണ്ടു. ഫൗസ്റ്റീന കരുണയുള്ള ഈശോയെ കണ്ടു. ഈശോ എന്താ പറഞ്ഞത്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണും. അർത്ഥം എന്താണ്? അർത്ഥം ഇതാണ്: എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് യേശുവിനെ നിർത്തിയാൽ, എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് ദൈവത്തെ നിർത്തിയാൽ, എനിക്കെല്ലാവരിലും ദൈവത്തെ കാണാൻ പറ്റും. എനിക്കെൻ്റെ ജീവിത പങ്കാളിയിൽ ദൈവത്തെ കാണാൻ പറ്റും. എനിക്കെൻ്റെ മക്കളിൽ ദൈവത്തെ കാണാൻ പറ്റും. എനിക്കെൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ കാണാൻ പറ്റും. എനിക്കെൻ്റെ അയൽപക്കക്കാരിൽ ദൈവത്തെ കാണാൻ പറ്റും. യെസ്, ഗോഡ് ഈസ് ഹൈഡിങ് ഇൻ യുവർ നെയ്ബർ. ദൈവം നിന്റെ അടുത്തുള്ളവരിൽ ഒളിച്ചിരിക്കുന്നു. ഗോഡ് ഈസ് ഹൈഡിങ് ഇൻ യുവർ നെയ്ബർ. ദൈവം നിന്റെ അടുത്തുള്ളവരിൽ ഒളിച്ചിരിക്കുന്നു. ആ ദൈവത്തെ കാണാൻ നിനക്ക് സാധിക്കും. നീ ദൈവത്തിന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നിന്റെ ഭർത്താവിൻ്റെ മുഖത്ത്, നിന്റെ ഭാര്യയുടെ മുഖത്ത്, നിന്റെ കട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. നിന്റെ അയൽപക്കക്കാരിൽ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. ഒന്നാം സ്ഥാനത്ത് ആരൊക്കെ ജീവിതത്തിൽ ദൈവത്തെ കൊടുക്കുന്നുവോ അവർക്ക് മറ്റുള്ളവർ ദൈവത്തെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളെ ദൈവങ്ങളെന്ന് വിളിച്ചുവെന്ന് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ. നിങ്ങളെ ദൈവങ്ങളെന്ന് വിളിച്ചുവെന്ന് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുഖത്ത് എനിക്ക് യേശുവിനെ കാണാൻ പറ്റും. വിശുദ്ധ മദർ തെരേസ പറഞ്ഞു, ഞാൻ ഒരു ജന്മം കൊണ്ട് ഒരു അർമേനിയക്കാരുത്തി, ഞാൻ സ്വാതന്ത്ര്യം കൊണ്ട് ഒരു ഇന്ത്യക്കാരുത്തി, ഞാൻ സമർപ്പണം കൊണ്ട് ലോകത്തിൻ്റെ ഇത് മുഴുവനും, ഞാൻ ഹൃദയം കൊണ്ട് യേശുവിൻ്റേത് മാത്രം. ഒന്നാം ഹൃദയത്തിൽ യേശുവിന് മാത്രം ഇടം. അപ്പം എന്ത് സംഭവിച്ചു? കൽക്കട്ട തെരുവുകളിൽ കിടന്ന കുഷ്ഠരോഗികളുടെ മുഖത്ത് യേശുവിനെ കാണാൻ പറ്റി. വാഗ്ദാനം വരുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയപ്പെട്ടവരെ, മദർ തെരേസയ്ക്ക് തെരുവുകളിൽ, കുഷ്ഠരോഗികളിൽ, ഉപേക്ഷിക്കപ്പെട്ടവരിൽ, ചീഞ്ഞ് അഴിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ശരീരത്തിൽ യേശുവിനെ കാണാൻ പറ്റിയത് ഈ ഹൃദയശുദ്ധിയാണ്. ഒരു മനുഷ്യൻ, ഫ്രാൻസിസ് അസീസി, ഇതാ മീനുകളോട്, ജീവജാലങ്ങളോട് പ്രസംഗിക്കുന്നു. അവരിൽ യേശുവിനെ കാണാൻ പറ്റി. എല്ലായിടങ്ങളിലും യേശുവിനെ കാണാൻ പറ്റണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. സഹജീവികളിൽ, പ്രകൃതിയിൽ യേശുവിനെ കണ്ട പുണ്യാളൻ. കാരണം ആ മനുഷ്യനെ തിരുസഭ വിളിക്കുന്നു സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? യേശു എന്താ ചെയ്തത്? ഒന്നാം സ്ഥാനത്ത് പിതാവിന് കൊടുത്തു. ഒന്നാം സ്ഥാനം ഹൃദയത്തിൽ പിതാവിനിടം കൊടുത്തു. ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് വെച്ചാൽ ജീവിതത്തിൽ പിതാവിന് ഒന്നാം സ്ഥാനം കൊടുത്തവൻ, അവൻ്റെ അടുത്ത ശിഷ്യൻ, അല്ലെങ്കിൽ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസ് അസീസി, എല്ലാവരിലും ജീവജാലങ്ങളിലും ക്രിസ്തുവിനെ കണ്ടു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിയിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ പ്രിയപ്പെട്ടവരിൽ, എൻ്റെ ഇടവകാംഗങ്ങളിൽ, എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ സമൂഹത്തിലെ വ്യക്തികളിൽ എനിക്ക് യേശുവിനെ കാണാൻ പറ്റും. കാര്യങ്ങൾ ഹൃദയത്തോട് ചേർക്ക്. ദൈവമേ, ആ കൃപയിലേക്ക് എന്നെ വളർത്തണമേ. ഒന്ന്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ. രണ്ട്, എല്ലാവരിലും ദൈവം ഒളിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാനും മറ്റുള്ളവരിലുള്ള ദൈവ സാന്നിധ്യത്തെ കാണുവാനും അങ്ങനെ കണ്ടു സ്നേഹിക്കുവാനും കൃപ നൽകണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, എന്നെ വിശുദ്ധിയാൽ നിറച്ചിടണേ. പ്രാർത്ഥനയോടെ ആശ്വാസം സ്വീകരിക്കാം. എന്നെ വിശുദ്ധിയാൽ നിറച്ചിടണേ.
അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, എന്നെ വിശുദ്ധിയിൽ നിറച്ചിടണേ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, എന്നെ വിശുദ്ധിയാൽ നിറച്ചിടണേ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, എന്നെ വിശുദ്ധിയിൽ നിറച്ചിടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.